الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 52, 53 സൂക്തങ്ങളാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا ما كنتم تكسبون. ويستنبئونك أحق هو قل إي وربي إنه لحق وما أنتم بمعجزين. ثم പിന്നീട് ഖീല ലില്ലദീന ളലമു അന്യായം ചെയ്തവരോട്, അക്രമം ചെയ്തവരോട് പറയപ്പെടും, ദൂഖൂ നിങ്ങൾ ആസ്വദിക്കുക എന്ന്, അദാബൽ ഖുൽദി നിത്യതയുടെ ശിക്ഷയെ, ഹൽ തുജ്സൗന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ, ഇല്ലാ മാ കുൻതും തക്സിബൂൻ നിങ്ങൾ സമ്പാദിച്ചതിനുള്ളതല്ലാത്ത പ്രതിഫലം നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടുകയും ചെയ്യും. യസ്തംബിഊനക അവർ താങ്കളോട് വിവരമന്വേഷിക്കുന്നു, വർത്തമാനമന്വേഷിക്കുന്നു. അഹഖുൻ ഹുവ അത് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന്. ഖുൽ അങ്ങ് പറയണം, ഈ അതെ, ഇന്നഹു റബ്ബി എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ഇന്നഹു തീർച്ചയായും അത്, ലഹഖുൻ സത്യം തന്നെയാണ്, വമാ അൻതും ബിമുഅ്ജിസീൻ നിങ്ങൾക്ക് അതിനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല, നിങ്ങൾ അതിനെ പരാജയപ്പെടുത്തുന്നവരല്ല എന്നുകൂടെ അർത്ഥം പറയാം. സുമ പിന്നെ ഖീല ലില്ലദീന ളലമു ആക്രമിച്ചവരോട് പറയപ്പെടും, ദൂഖൂ അദാബൽ ഖുൽദി നിത്യതയുടെ ശിക്ഷയെ അനുഭവിക്കുക, ആസ്വദിക്കുക എന്ന്. ഹൽ തുജ്സൗന നിങ്ങൾക്ക് പ്രതിഫലം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ, ഇല്ലാ മാ കുൻതും തക്സിബൂൻ നിങ്ങൾ സമ്പാദിച്ചതല്ലാതെ, ഇല്ലാ ബിമാ കുൻതും തക്സിബൂൻ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതിനല്ലാതെ. വയസ്തംബിഊനക അവർ താങ്കളോട് വിവരമന്വേഷിക്കുന്നു, നബഅ് അന്വേഷിക്കുന്നു, അഹഖുൻ ഹുവ അത് സത്യമാണോ എന്ന്. ഖുൽ അങ്ങ് പറയണം, ഈ അതെ, റബ്ബി എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ഇന്നഹു തീർച്ചയായും അക്കാര്യം, ലഹഖുൻ സത്യം തന്നെയാണ്, വമാ അൻതും നിങ്ങൾ ആരുമല്ല, ബിമുഅ്ജിസീൻ പരാജയപ്പെടുത്തുന്നവർ. 48-ാമത്തെ ആയത്തിൽ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ അവർ ചോദിക്കും, എപ്പോഴാണ് നിങ്ങൾ പറയുന്ന ശിക്ഷ, ആ താക്കീത് സംഭവിക്കുക എന്ന്. അതെപ്പോൾ നടക്കും? നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവാധികാരികളെ ദൈവം ശിക്ഷിക്കും, അത് ചിലപ്പോൾ ദുന്യാവിന് തന്നെയാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ സംഭവിക്കാത്തത് എന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും. നിഷേധികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതരക്കാരാണ്. ഒരു തരം ആളുകൾ നിഷേധിക്കുന്നതോടൊപ്പം പരിഹസിക്കുകയും ചെയ്യും. പരിഹസിക്കുക. 48-ാമത്തെ ചോദ്യം ആ പരിഹാസത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഇവിടെ 53-ാമത്തെ ആയത്തിലും നിഷേധികളുടെ ഒരു ചോദ്യത്തിന് മറുപടിയാണ്. സുമ്മ 52-ാമത്തെ ആയത്തിൽ വരുന്ന സുമ്മ പിന്നെ എന്ന് പറഞ്ഞാൽ അവർ സുമ്മ ഇദാമാ വഖ ആമൻതും ബിഹി അൽ ആന വഖദ് കുൻതും ബിഹി തസ്തഅജിലൂൻ അവർ മരണപ്പെട്ട് വിചാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കണക്ക് ചോദ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കും. ഫിറഔൻ വിശ്വസിച്ചത് നമ്മൾ സൂറത്ത് യൂനുസിൽ 91-ാമത്തെ ആയത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ സുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി
ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അൽ ആൻ, ഇപ്പോഴാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നപ്പോൾ അവരോട് പറയപ്പെടും. അങ്ങനെ അവർ വിചാരണയൊക്കെ കഴിഞ്ഞ് ദുനിയാവിൽ ജീവിതം കഴിഞ്ഞു, പ്രവാചകന്മാരെ ധിക്കരിച്ചു, പ്രവാചകനെ പരിഹസിച്ചു, നിഷേധിച്ചു. എന്നിട്ട് അവർ അവരുടെ കർമ്മഫലത്തിന് വേണ്ടി പരലോകത്ത് എത്തി. അതിനുശേഷം സുമ്മ ഖീല ലില്ലദീന ളലമു, വിചാരണയും കഴിഞ്ഞു. സുമ്മ ഖീല, പിന്നെ പറയപ്പെടും ലില്ലദീന ളലമു, അക്രമം ചെയ്തവരോട്. എന്താണ് ഈ അക്രമം? ഈ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, അല്ലെങ്കിൽ ഇസ്ലാമിനെ നിഷേധിക്കുന്നവർ, അല്ലെങ്കിൽ ഖുർആനെ പരിഹസിക്കുന്നവർ, ഇസ്ലാമികമായ നിയമത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ തന്നെ തള്ളിപ്പറയുന്നവരും പുച്ഛിക്കുന്നവരും, യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനൊരു നാശവും നഷ്ടവും ദോഷവും വരുത്തുന്നില്ല, സ്വന്തത്തോടാണ് അക്രമം ചെയ്യുന്നത്. അതാണ് സുമ്മ ഖീല ലില്ലദീന ളലമു. ഇങ്ങനെ അന്യായം ചെയ്തവരോട്, അക്രമം ചെയ്തവരോട്, പ്രവാചകനെ ഉപദ്രവിച്ചവരോട്, അള്ളാഹുവിനെ പരിഹസിച്ചവരോട്, ഇസ്ലാമിനെ നിഷേധിച്ചവരോട് ചോദ്യം ചെയ്യപ്പെടും. സുമ്മ ഖീല ലില്ലദീന ളലമു, അവരോട് പറയപ്പെടും. ചോദ്യം ചെയ്യില്ല, കാലാറിനെ ചോദിച്ചു എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയപ്പെടും. ദൂഖൂ, നിങ്ങൾ അനുഭവിക്കുക. ദാഖർന, രുചിക്കുക. ദൗക്ക്, നിങ്ങൾ രുചിക്കുക, നിങ്ങൾ ആസ്വദിക്കുക. അദാബൽ ഖുൽദി, ഖുൽദ് നിത്യത, നിത്യമായത്, ശാശ്വതമായ ശിക്ഷ അനുഭവിക്കുക. എന്നിട്ട് അവസാനം അള്ളാഹു ഒരു ചോദ്യവും ചോദിക്കുക. ഹൽ തുജ്സൗന ഇല്ലാ ബിമാ കുൻതും തഅമലൂൻ, തക്സിബൂൻ, നിങ്ങൾ കസ്ബ് ചെയ്ത, കസബ് സമ്പാദിക്കുക എന്നാണ് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയുന്നൊരു വാക്കാണ് കസ്ബ്. നിങ്ങൾ സമ്പാദിച്ചതിനുള്ളതല്ലാത്ത പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെട്ടുവോ? അഥവാ നിങ്ങളുടെ കയ്യിരിപ്പിനനുസൃതമായി നിങ്ങളോട് ചെയ്ത അന്യായത്തിൻ്റെ ഫലമായി, നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള ശിക്ഷ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു ഒരക്രമവും ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്തതിന് അള്ളാഹു തആല ശിക്ഷ നൽകി എന്ന് മാത്രം. അങ്ങനെ അവരെ അള്ളാഹുവിനെ പരിഹസിച്ചവരെ അള്ളാഹു പരിഹസിക്കുന്ന ഒരു രംഗം വരുന്നുണ്ട്. വയസ്തംബിഊനക്ക, പിന്നെ ഇത് വേറൊരു തരം നിഷേധികളാണ്. അവർ നിഷേധിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളെ ഗൗരവപൂർവ്വം സമീപിക്കുന്നവരാണ്. കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. അവരെ സംബന്ധിച്ചാണ് ഇവിടെ വയസ്തംബിഊന. നബ എന്നുണ്ടായതാണ് ഇസ്തംബ. നബ എന്ന വർത്തമാനം എന്നാണ്. യസ്തംബിഉ എന്ന വർത്തമാനം അന്വേഷിക്കുക എന്നാണ്, വിവരം അന്വേഷിക്കുക. യസ്തംബിഊനക്ക, മീമ് നൂന് ഉച്ചാരണം ഉണ്ടാവില്ല എന്നുള്ളതിലാണ് മുകളിൽ ചെറിയൊരു മീമ് ഇങ്ങനെ തല താത്തിയിട്ടിരിക്കുന്നത്. വയസ്തംബിഊനക്ക, അവർ താങ്കളോട് വർത്തമാനം, വിവരം അന്വേഷിക്കുന്നു. ഹഖുൻ ഹുവ, അതൊക്കെ സത്യമാണോ? അഥവാ അള്ളാഹുവിൻ്റെ ദീൻ സത്യമാണോ എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദീനീ നിയമങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ല, പരലോകമുണ്ടോ, അത് സത്യമാണോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. വിചാരണയും രക്ഷാശിക്ഷകളുമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു പ്രവാചകനിലൂടെ പറഞ്ഞ ശിക്ഷ അത് സംഭവിക്കുമോ, അത് സത്യമാണോ എന്ന് അന്വേഷിക്കുന്നവരുമുണ്ട്. അതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹഖുൻ ഹുവ, അത് സത്യമാണോ. അവിടെ മുകളിലൊരു സ്വാദും ലാമും യാ ഇട്ടിട്ടുണ്ട്. അൽ വസ്ലു ആവില്ല, ചേർത്തു ഇതാണ് നല്ലത്. നിർത്തി വിചാരിച്ചില്ല, തെറ്റൊന്നുമല്ല, നിർത്തണമെങ്കിൽ നിർത്തുകയും ചെയ്യാം. ആ നിർത്തുമ്പോൾ ഹഖുൻ ഹു, വാവിന് സുക്കൂനായിട്ടാണ് നിർത്തുക. അങ്ങനെയാണല്ലോ നമ്മൾ നിർത്തുന്നിടത്തൊക്കെ ചെയ്യാം. വയസ്തംബിഊനക ഹഖുൻ ഹു, അത് സത്യമാണോ എന്ന് അവർ താങ്കളോട് വിവരമന്വേഷിക്കുന്നു. കുൽ, അങ്ങ് പറയണം, ഈ അതേ എന്നുള്ള വാക്കാണ് നാം എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് ഈ അതേ. നമ്മൾ അറിയില്ലേ, അങ്ങനെ ഉറപ്പിച്ച് പറയണത്. ഈ അതേ. റബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ആണയിട്ട് പറയുകയാണ്. മൂന്ന് ഉറപ്പിച്ച് പറയലുണ്ട് ഇവിടെ. ഈ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം റബ്ബി ഒരു ഇസ്മിൻ്റെ മുമ്പ് വന്നാൽ സത്യം ചെയ്ത് പറയാണ്. വശംസി അല്ലേ, വൽ ഖമരി, അതൊക്കെ അതാണ് സത്യം ചെയ്ത് പറയാം. റബ്ബി, എൻ്റെ റബ്ബ് തന്നെ സത്യം. ഇന്നഹു, അടാ, തീർച്ചയായും അത്, തീർച്ചയായും, ഹക്കുൻ, സത്യം തന്നെ. 3 വാക്കുകൊണ്ടാണ് സത്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും സംഭവിക്കും എന്ന് ഉറപ്പുള്ള യാഥാർത്ഥ്യത്തെ അത് സംഭവിപ്പിക്കുന്നവൻ അള്ളാഹു, അവൻ തന്നെ സത്യം ചെയ്ത് മനുഷ്യരെ ഓർമ്മപ്പെടുത്താൻ. ഈ റബ്ബി ഇന്നഹു ലഹഖുൻ, അതേ, എൻ്റെ നാഥൻ തന്നെയാണ് സത്യം, തീർച്ചയായും അത് സത്യം തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്, പുലരുന്നത് തന്നെയാണ്
വമാ അൻതും നിങ്ങളല്ല ബി മുഅ്ജിസീൻ. അജസ എന്ന ശക്തനായി അജസ എന്ന് പറഞ്ഞാൽ ശക്തനാക്കി. മുഅ്ജിസത്ത് മനുഷ്യ സാധ്യമല്ലാത്തത്, അമാനുഷികം നമ്മൾ പറഞ്ഞത് മനുഷ്യ സാധ്യമല്ലാത്തത്, അതൊക്കെ ഈ വാക്ക് തന്നെയാണ്. വമാ അൻതും ബി മുഅ്ജിസീൻ, നിങ്ങൾ അതിനെ പരാജയപ്പെടുത്തുന്നവരല്ല എന്നുള്ള ആശയത്തിലാണ്. നിങ്ങൾക്കത് സാധ്യമല്ല, അഥവാ അതിനെ നിർത്തിവെപ്പിക്കുവാനോ അതിനെ ഇല്ലായ്മ ചെയ്യുവാനോ മനുഷ്യരാൽ സാധ്യമല്ല. അള്ളാഹു നടക്കും എന്ന കാര്യം നടന്നിരിക്കും. അതിനെ ദുർബലപ്പെടുത്തുവാനോ അതിനെ പരാജയപ്പെടുത്തുവാനോ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൂടെ അർത്ഥം വന്ന് നിർത്താം. സുമ്മ ഖീല ലില്ലദീന ളലമു, പിന്നെ അന്യായം ചെയ്തവരോട് പറയപ്പെടും, ദൂഖു അദാബൽ ഖുൽദി, നിത്യതയുടെ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. വളരെ വെപ്രാളപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. ശിക്ഷ നിത്യമാണ്. ശിക്ഷയിൽ നിന്ന് ഒരു ഇളവും ഉണ്ടാവില്ല. ഒരു പരോള് പോലും കൊടുക്കാത്ത വിധത്തിലുള്ള ശിക്ഷ നഅൂദുബില്ല. അപ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, അല്ലാഹ് അത്തരത്തിൽ ശിക്ഷയിലേക്ക് അകപ്പെടാതെ ഞങ്ങളെ നീ കാക്കുമാറാകണം. നിത്യതയുടെ ശിക്ഷയുണ്ടാകും, അതനുഭവിക്കുക. ഹൽ തുജ്സൗന ഇല്ലാ ബിമാ കുൻതും തകസ്സിബൂൻ, നിങ്ങൾ നേടിയതിനുള്ളതല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ. വയസ്തംബിഊനക, അവർ താങ്കളോട് അന്വേഷിക്കുന്നു, വിവരമന്വേഷിക്കുന്നു. അഹഖുൻ ഹുവ, അത് സംഭവിക്കുമോ, യാഥാർത്ഥ്യമാണോ എന്ന്. ഖുൽ, അങ്ങ് പറയണം, ഈ അതെ, വറബ്ബി, എൻ്റെ റബ്ബാണ് സത്യം, ഇന്നഹു ലഹഖുൻ, അത് യാഥാർത്ഥ്യം തന്നെയാണ്, സത്യം തന്നെയാണ്. വമാ അൻതും, നിങ്ങളല്ല, ബി മുഅ്ജിസീൻ, പരാജയപ്പെടുത്തുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ ബോധ്യത്തോടു കൂടി അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.